യേശു അവിവാഹിതനായിട്ടാണല്ലോ ജീവിച്ചത്. അദ്ദേഹം പുനരുൽപാദനം നടത്തിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു അവിവാഹാവസ്ഥയ്ക്ക്, ആ ബ്രഹ്മചര്യയ്ക്ക് ഇന്ന് നിലവിലുള്ള അടിച്ചമർത്തപ്പെട്ട ബ്രഹ്മചര്യവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ നോക്കൂ, യേശു ഒരിക്കലും സ്നേഹത്തിനെതിരായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും രതിക്കുമെതിരല്ല. യേശു ഒരു വിശുദ്ധനല്ല. അദ്ദേഹം ഒരു സദാചാരവാദിയുമല്ല. എന്നാൽ യേശു സാധാരണ കല്ലുകളെ സ്പർശിക്കുകയും അവയെ രത്നങ്ങളായി മാറ്റുകയും ചെയ്തു. നമുക്കറിയാം, യേശു ഏറ്റവും സാധാരണക്കാരായ ആളുകളോടൊപ്പമാണ് സഞ്ചരിച്ചിരുന്നത്, അല്ലേ? അത് പൊതുവായി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരു മുക്കുവൻ തൻ്റെ വല വീശിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അയാളുടെ പുറകിൽ വന്ന് നിന്നുകൊണ്ട് തൻ്റെ കൈകൾ അയാളുടെ തോളിലിട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കേ. എത്ര കാലത്തേക്കാണ് നിങ്ങളിങ്ങനെ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുവാൻ പോകുന്നത്? മനുഷ്യനെ പിടിക്കുന്ന ഒരുവനാക്കി എനിക്ക് നിങ്ങളെ മാറ്റിയെടുക്കുവാൻ കഴിയും. എൻ്റെ കണ്ണുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. പ്രിയമുള്ളവരെ, നമസ്കാരം. ക്രിസ്തുബോധ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജനിച്ചത് ജീവിതത്തിൽ വിജയം നേടുവാനാണല്ലോ. നമ്മെ ആശ്രയിച്ചാണ് ഈ ജീവിതം ഇരിക്കുന്നത്. ഇതിനെ നഷ്ടപ്പെടുത്തുവാനും നിലനിർത്തുവാനും നമുക്ക് കഴിയും. അതിനായി നമുക്ക് ശ്വസിച്ചുകൊണ്ടിരിക്കാം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം, ജരാനരകൾ ബാധിക്കുന്നത് നിരീക്ഷിച്ചു കൊണ്ടുമിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ, കുഴിമാടത്തിലേക്ക് സഞ്ചരിക്കുന്ന ഈ ജീവിതയാത്രയെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമെന്ന് സാരം. ഈ ജീവിതമെന്ന കാലചക്രത്തിനുള്ളിൽ പല വേഷങ്ങളും നമുക്ക് കെട്ടിയാടേണ്ടി വരും. നമ്മൾ ഓൾറെഡി കെട്ടി ആടുന്നുമുണ്ട്, അല്ലേ? എന്ത് വില കൊടുത്തും വാർദ്ധക്യത്തെ ഒഴിവാക്കാൻ ദൃഢനിശ്ചയമെടുത്തിട്ടുള്ള യുവത്വത്തോട് ആകർഷിക്കപ്പെട്ട ഒരു സംസ്കാരത്തിലാണ്, അല്ലെങ്കിൽ ഒരു ജീവിത രീതിയിലാണ് നാം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് തന്നെ. വയാഗ്രയുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളുടെയും ഇക്കാലത്ത് നാം നമ്മുടെ ശരിയായ ജീവിതത്തെ കുറച്ചൊക്കെ മറന്നു പോകുന്നുണ്ട്. നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ജീവിതമുണ്ടല്ലോ, ഒരുതരം ക്രമാനുഗതമായ മരണമാണ്. അതായത് തൊട്ടിലിൽ നിന്നും ശവക്കുഴി വരെ നീളുന്ന ഒരു തരം യാത്ര. ഏകദേശം ഒരു 10-70 വർഷം നീളുന്ന മരണത്തിലേക്കുള്ള യാത്രയാണത്. നമുക്ക് ചുറ്റുമുള്ള കോടാനുകോടി ജനങ്ങൾ ഇത്തരത്തിൽ പടിപടിയായി മരണം വരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും അവരെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്, ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ശരിക്കും നമ്മൾ മരിച്ചവരാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ജീവിതം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് വളരുക എന്നതല്ലട്ടോ ജീവിതം. മറിച്ച് ഉയർച്ചയിലേക്ക് വളരുന്നതാണ് ജീവിതം. വാർദ്ധക്യത്തിലേക്ക് വളരാൻ ഏത് ജീവിക്കും കഴിയും. എന്നാൽ ഉയർച്ചയിലേക്ക് വളരുക എന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു സവിശേഷ ഗുണമാണ്. പക്ഷേ വലിയൊരു ദുഃഖമെന്തെന്നാൽ, വളരെ കുറച്ചു മനുഷ്യർക്ക് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച നേടിയെന്ന് അവകാശപ്പെടാനാവുകയുള്ളൂ. സാമ്പത്തിക വളർച്ച നേടുന്നതിനെക്കുറിച്ചല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഉയർച്ചയിലേക്ക് വളരുക എന്നാൽ ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ സത്തയിലേക്ക് ആഴ്ന്നിറങ്ങുക എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അതൊരിക്കലും മരണത്തിലേക്കല്ല,
മരണത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കുക എന്നതാണ്. ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലും തോറും നമുക്കുള്ളിലെ മരണമില്ലായ്മയെ കൂടുതലായി തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. നമ്മൾ മരണത്തിൽ നിന്നും അകലേക്ക് പോകും. മരണം എന്നതൊരു വസ്ത്രം മാറുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വീട് മാറുന്നത് പോലെ, അതുമല്ലെങ്കിൽ നമ്മുടെ രൂപം മാറുന്നത് പോലെ ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം നമുക്കുമുണ്ടാകും. ആ ഒരു നിമിഷത്തെ തിരിച്ചറിയുവാനുള്ള യാത്രയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഇത് എളുപ്പമുള്ളൊരു കാര്യമല്ല. ശരിയായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒറ്റപ്പെടാം. ഇവിടെയുള്ള സാമൂഹിക വ്യവസ്ഥകൾ നമുക്കെതിരാകാം. ഒരുപക്ഷെ നമ്മൾ പിച്ചി ചീന്തപ്പെടാം. നമ്മുടെ കുടുംബം പോലും നമുക്കെതിരാകാം. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു അഹങ്കാരമുള്ളവനായി നമ്മൾ മാറാം. ഇതിനെയെല്ലാം അതിജീവിക്കാൻ ഉള്ള ധീരത ആർക്കുണ്ടോ അവർക്കുള്ളതാണ് ആത്മീയത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. യേശു പോലും യഹൂദ സമൂഹം ശരിയായി ധരിച്ചിരുന്നവയെ മാറ്റുവാനാണ് ശ്രമിച്ചത്, അല്ലേ? ശരി, അതെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സംസാരിച്ചു നിർത്തിയത് ബൈബിളിലെ ഒരു മഹാ രഹസ്യത്തിൻ്റെ വാതിലിന് മുന്നിലായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? എബ്രാഹാം മുതൽ യേശു വരെയുള്ള 42 തലമുറകളെക്കുറിച്ചായിരുന്നു അത്. ഈ 42 തലമുറകളെ 3 ഭാഗിച്ചാൽ 14 വീതം കിട്ടും. എന്തുകൊണ്ടാണ് ഈ 14? കേവലം ഒരു എണ്ണൽ സംഖ്യ മാത്രമാണോ ഇത്? അതല്ല, ക്രിസ്തുബോധത്തിൻ്റെ ഗണിതശാസ്ത്രപരമായ ഒരു കോഡാണോ ഇത്? ഇന്ന് നമുക്ക് ആ കോഡ് എന്താണെന്ന് മനസ്സിലാക്കണം. 14 എന്ന സംഖ്യ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് നാം ഇന്നറിയും. നിങ്ങൾക്കറിയാമോ, ഹീബ്രു ഭാഷയിലെ ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യാ മൂല്യമുണ്ട്. ഇതിനെ ഗെമട്രിയ എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ദാവീദ് അഥവാ ഡേവിഡ് എന്ന പേര് ഹീബ്രുവിൽ എഴുതുമ്പോൾ 3 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. അത് DWD എന്നിങ്ങനെയാണ്. ഹീബ്രു ഭാഷയിലുള്ള ലിപിയല്ല. ഞാൻ DWD എന്ന് പറഞ്ഞത് അതിൻ്റെ ഉച്ചാരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഡേവിഡ് എന്നുള്ള ഉച്ചാരണം ഉണ്ടാകുന്ന ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ DWD എന്നുകൊണ്ട് എഴുതാം. ഓക്കെ. ഈ പേരിലെ ആദ്യ അക്ഷരത്തെയും 3ാമത്തെ അക്ഷരത്തെയും ഡാലത്ത് എന്നാണ് ഹീബ്രുവിൽ പറയുക. 2ാമത്തെ അക്ഷരത്തെ വെവ് എന്നും പറയും. ഡാലത്ത് എന്നത് ഹീബ്രു അക്ഷരമാലയിലെ 4ാമത്തെ അക്ഷരമാണ്. ഇതിന് D എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ശബ്ദമാണുള്ളത്. ഇതിൻ്റെ സംഖ്യാമൂല്യം എന്നത് 4 അതുപോലെ ഈ പേരിൻ്റെ 2ാമത്തെ അക്ഷരമായ വേവ് ഹീബ്രു അക്ഷരമാലയിലെ 6ാമത്തെ അക്ഷരമാണ്. ഈ അക്ഷരത്തിന് W അല്ലെങ്കിൽ V എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ശബ്ദമാണുള്ളത്. ഇതിൻ്റെ സംഖ്യാമൂല്യം 6. 3ാമത്തെ അക്ഷരം ആദ്യത്തെ അക്ഷരമായ ഡാലത്തിൻ്റെ സംഖ്യാമൂല്യം തന്നെയാണ്. അതായത് രണ്ടും D ആണ് വരുന്നത്. ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക 14 ആയിരിക്കും. ഡാലത്ത് 4 കൂട്ടണം വെവ് 6 കൂട്ടണം ഡാലത്ത് എന്നിങ്ങനെ ഈ 3 സംഖ്യകൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14 എന്ന സംഖ്യ കിട്ടും. ഇതിൻ പ്രകാരം ക്രിസ്തുവിലേക്കുള്ള ഓരോ 14 തലമുറകളും ദാവീദിൻ്റെ നാമം പേറുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. എന്താണിത് അർത്ഥമാക്കുന്നത്? ദാവീദിൻ്റെ രാജ്യത്വത്തിലൂടെ ഒരു രക്ഷകൻ വരുമെന്ന ദൈവിക വാഗ്ദാനത്തിൻ്റെ പരിപൂർണമായ നിവൃത്തിയാണ് ക്രിസ്തു എന്നല്ലേ? അങ്ങനെയും കരുതാം നമുക്ക്. ഈ 14 തലമുറകൾ എന്നത് ദൈവികമായ രാജ്യത്വം അഥവാ ഡിവൈൻ കിങ്ഷിപ്പാണ്.
ഇത് മനുഷ്യൻ്റെ ബോധതലത്തിലേക്ക് പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെടുന്നതിൻ്റെ സമഗ്രതയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു ചരിത്രപരമായ വസ്തുതയല്ല കേട്ടോ, മറിച്ച് ആത്മീയമായ പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന ഒരു രഹസ്യ ഭൂപടം മാത്രമാണിത്. ബൈബിളിലെ ഓരോ വാക്കുകളും ഒത്തിരി ആഴത്തിൽ രഹസ്യങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മെ സ്വയം എങ്ങനെയാണ് വീഞ്ഞായി മാറ്റുന്നതെന്നും ആ വീഞ്ഞിനെ വാറ്റിയെടുക്കുവാൻ നാം നൽകേണ്ട വില എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യും. ക്രിസ്തുവായിത്തീരുന്ന ഈ രൂപാന്തരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ശരീരം പക്വത നേടുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവും പക്വത നേടുന്നുണ്ട്. ഒരു ശരീരം 14 വർഷം കൊണ്ട് പക്വമായിത്തീരും. ഈ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ ശരീരം ലൈംഗികമായ പക്വതയും നേടും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് പുനരുൽപാദന ശേഷി സാധ്യമായിത്തീരും. ഈ ഉൽപാദനക്ഷമതയെ സംബന്ധിച്ചിടത്തോളം 14 വയസ്സാകുമ്പോൾ ഒരാൺകുട്ടിക്ക് ഒരച്ഛനായി മാറുവാൻ കഴിയും, ഒരു പെൺകുട്ടിക്ക് ഒരമ്മയായി തീരുവാനും കഴിയും. അവർക്ക് അവരുടെ പകർപ്പുകളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്ന് അർത്ഥമാക്കാം. ഇതേ രീതിയിലാണ് ആത്മാവും പക്വമായി തീരുന്നത്. ലൈംഗിക പ്രായപൂർത്തി നേടുവാൻ ശരീരത്തിന് 14 വർഷം ആവശ്യമുള്ളതുപോലെ തന്നെ ആത്മീയമായ പ്രായപൂർത്തി നേടുവാൻ ആത്മാവിന് 14 തലമുറകളാണ് ആവശ്യമായി വരുന്നത്. ഇതാണ് 14 തലമുറകളുടെ രഹസ്യം. അബ്രഹാം മുതൽ ദാവീദ് വരെയും, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസകാലം വരെയും, ബാബിലോൺ പ്രവാസകാലം മുതൽ യേശു വരെയുള്ള 14 തലമുറകൾ. ഇതാണ് അതിൻ്റെ രഹസ്യം. ആത്മാവതിൻ്റെ പക്വതയിൽ എത്തിച്ചേരുമ്പോൾ, ആ ഫലം പഴുത്ത് പാകമാകുമ്പോൾ അത് ആ വൃക്ഷത്തിൽ നിന്നും താഴേക്ക് വീഴും. പാകമായിട്ടില്ലെങ്കിൽ അത് ആ വൃക്ഷത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കും. അഥവാ അത് മൂത്ത് പഴുക്കാതെയാണ് താഴേക്ക് വീഴുന്നതെങ്കിൽ അതൊരിക്കലും മധുരമുള്ളതായി തീരുകയില്ല. പകരം അത് പുളിപ്പുള്ളതോ ചവർപ്പുള്ളതോ ആയി മാറി ഉപയോഗശൂന്യമായി തീരും. മൂത്ത് പഴുക്കുന്നതിനായി അതിന് കാത്തു നിൽക്കേണ്ടി വരും. ആ ഒട്ടിപ്പിടുത്തം വെളിപ്പെടുത്തുന്നത് ഞാൻ ഇനിയും നിന്നെ വിട്ടു പോകുവാൻ തയ്യാറായി കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഒരാൾ വളർച്ചയെത്തി യവനനായി തീരുമ്പോൾ ആ വളർച്ച തന്നെയാണ് അവൻ്റെ മോചനവുമായി തീരുക. ആ നിമിഷം തന്നെ ആ ഒട്ടിപ്പിടുത്തം അപ്രത്യക്ഷമാകുകയും ചെയ്യും. ഇവിടെ യേശു ദൈവത്തിലേക്ക് അപ്രത്യക്ഷനായി തീരുകയാണ് ഉണ്ടായത്. ജീവിതത്തിൻ്റെതായ വൃക്ഷത്തിൽ നിന്നും യേശു മോചിതനായി തീർന്നു. ആ ഫലം പാകമായി കഴിഞ്ഞിരുന്നു. എപ്പോഴാണോ ഒരുവൻ പരിപൂർണനായി തീരുന്നത്, അതായത് വളരുവാൻ കഴിയാവുന്നത്ര വളർച്ച പ്രാപിച്ചു കഴിയുന്നത്, ആ അവസ്ഥയിൽ പിന്നെ ഈ ഭൂമിയിലേക്ക് അയാൾ ഒരിക്കലും തിരിച്ചു വരികയില്ല. പൗരസ്ത്യർ ഈ അവസ്ഥയെ പറയുന്നത് അക്കരെ പറ്റിക്കഴിഞ്ഞു എന്നാണ്. ഇനി മടങ്ങി വരാൻ കഴിയാത്തത്ര അപ്പുറത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും അയാൾ ഒരിക്കലും ഇനി ഭൂമിയിലേക്ക് തിരിച്ചു വരികയില്ല. ഇത്തരത്തിലൊരാളെയാണ് നമുക്ക് ഉറപ്പായും ഒരു ബുദ്ധനെന്നോ ഒരു ജൈനനെന്നോ വിളിക്കാവുന്നത്. ജൂതന്മാർ ഈ അവസ്ഥയെ ക്രിസ്തു എന്നാണ് വിളിക്കുന്നത്. അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞ ഒരാൾ, അല്പകാലത്തേക്ക് മാത്രം നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ, ആ ഫലം മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഏത് നിമിഷവും താഴേക്ക് വീഴാം, അല്ലേ? ഒരു ഇളങ്കാറ്റ് മാത്രം മതി ആ പഴത്തിന് എന്നേക്കുമായി അപ്രത്യക്ഷമാകാൻ. അതതിൻ്റെ നിലനിൽപ്പിലേക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ യേശുവിലൂടെ ആ വൃക്ഷം ഇവിടെ അവസാനിക്കുകയാണ്. യേശു അവിവാഹിതനായിട്ടാണല്ലോ ജീവിച്ചത്. അദ്ദേഹം പുനരുൽപാദനം നടത്തിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
ആ ഒരു അവിവാഹാവസ്ഥയ്ക്ക്, ആ ബ്രഹ്മചര്യയ്ക്ക് ഇന്ന് നിലവിലുള്ള അടിച്ചമർത്തപ്പെട്ട ബ്രഹ്മചര്യവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ നോക്കൂ, യേശു ഒരിക്കലും സ്നേഹത്തിനെതിരായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും രതിക്കുമെതിരല്ല. യേശു ഒരു വിശുദ്ധനല്ല. അദ്ദേഹം ഒരു സദാചാരവാദിയുമല്ല. സദാചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലോകപ്രശസ്ത നോവലിസ്റ്റായ ദസ്തയേവ്സ്കി പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം പറയുന്നത് സദാചാരവാദികൾ എല്ലായ്പ്പോഴും വളരെ ദുരിതമനുഭവിക്കുന്ന ആളുകളാണെന്നാണ്. ഇത് സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ് കേട്ടോ. കാരണം ഇവർ തനിക്കില്ലാത്തതെല്ലാം മറ്റുള്ളവർക്കും നിഷേധിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ സദാചാരവാദികളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. വാസ്തവത്തിൽ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ സദാചാരവാദികളായി തീരുവാൻ കഴിയുകയുള്ളൂ. അവരത്രയ്ക്കും ദുഃഖിതരായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള സദാചാരവാദികളെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി നമുക്കിതെല്ലാം മനസ്സിലാകാൻ. ഇവർ ദുഃഖിതരായിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടി ദുഃഖിതരാക്കാൻ ഇവർ ആഗ്രഹിക്കും. ആളുകളെ ദുഃഖിതരാക്കുവാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വഴി എന്നത് അവരെ കുറ്റബോധമുള്ളവരാക്കി തീർക്കുക എന്നതാണ്. ശരി, യേശു ഒരു സദാചാരവാദിയല്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. യേശുവിൻ്റെ അവിവാഹാവസ്ഥ സാധാരണ ബ്രഹ്മചര്യത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഭൗതിക തലത്തിൽ പുനരുൽപാദനം നടത്തുന്നതിന് യേശു ഒട്ടും തന്നെ താല്പര്യമുള്ളവനായിരുന്നില്ല. മറിച്ച് ആത്മീയ തലത്തിലുള്ള പുനർജനനത്തിലായിരുന്നു യേശു തൽപരനായിരുന്നത്. അദ്ദേഹം ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടില്ല. പകരം അദ്ദേഹം ശിഷ്യർക്കാണ് ജന്മം നൽകിയത്. കൂടാതെ ദൈവത്തിന് ഈ ലോകത്തിൽ അവതരിക്കുവാനായി അദ്ദേഹം കൂടുതൽ വാസസ്ഥലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരിക്കലും ശരീരങ്ങളെ സൃഷ്ടിച്ചില്ല, മറിച്ച് ആത്മാക്കളെയാണ് യേശു സൃഷ്ടിച്ചത്. നമുക്കറിയാം, ദിവ്യാത്ഭുതങ്ങളുടെ കാര്യത്തിൽ യേശു ഒരു വിദഗ്ധനാണ്, അല്ലേ? പ്രബുദ്ധരായ നിരവധി പേരെ അദ്ദേഹം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മാന്ത്രിക സ്പർശം കൊണ്ടായിരുന്നു. ആരുമില്ലാത്തവരിൽ നിന്നായിരുന്നു അദ്ദേഹം അവരെ വാർത്തെടുത്തത്. ഗൗതമ ബുദ്ധനും പ്രബുദ്ധരായ ഒത്തിരി പേരെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാവരും തന്നെ വളർച്ചയെത്തിയ ജീവാത്മാക്കളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായ സാരിപുത്രൻ മുൻപേ തന്നെ പക്വത നേടിയ ഒരുവനായിരുന്നു. സാരിപുത്രൻ്റെ ജീവിതത്തിലേക്ക് ബുദ്ധൻ കടന്നു വന്നില്ലെങ്കിൽ കൂടി ഭാവിയിൽ എപ്പോഴെങ്കിലും അയാൾ പ്രബുദ്ധനായി തീരുമായിരുന്നു. സാരിപുത്രന് ബുദ്ധനെ ഒരാവശ്യമായിരുന്നില്ല. ബുദ്ധൻ അദ്ദേഹത്തെ സഹായിച്ചു എന്നത് ശരി തന്നെയാണ്. ബുദ്ധൻ സാരിപുത്രൻ്റെ പ്രബുദ്ധതയ്ക്ക് വേഗത കൂട്ടിക്കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ സാരിപുത്രന് ബുദ്ധൻ ഒഴിച്ചുകൂടാൻ വയ്യാത്തവനായിരുന്നില്ല. ബുദ്ധനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ കൂടി 1-2 ജന്മങ്ങൾക്കുള്ളിൽ തന്നെ സാരിപുത്രൻ സ്വയം അവിടേക്ക് എത്തിച്ചേരുമായിരുന്നു. സാരിപുത്രൻ ബോധോദയത്തിൻ്റെ വക്കത്തെത്തിക്കഴിഞ്ഞിരുന്നു. ഇതുപോലെയായിരുന്നു ബുദ്ധൻ്റെ ശിഷ്യന്മാരായ മഹാകൗശ്യപനും മൊഗാലിയനും മറ്റു പല ശിഷ്യന്മാരും. എന്നാൽ യേശു സാധാരണ കല്ലുകളെ സ്പർശിക്കുകയും അവയെ രത്നങ്ങളായി മാറ്റുകയും ചെയ്തു. നമുക്കറിയാം, യേശു ഏറ്റവും സാധാരണക്കാരായ ആളുകളോടൊപ്പമാണ് സഞ്ചരിച്ചിരുന്നത്, അല്ലേ? അത് പൊതുവായി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരു മുക്കുവൻ തൻ്റെ വല വീശിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അയാളുടെ പുറകിൽ വന്ന് നിന്നുകൊണ്ട് തൻ്റെ കൈകൾ അയാളുടെ തോളിലിട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കേ. എത്ര കാലത്തേക്കാണ് നിങ്ങളിങ്ങനെ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുവാൻ പോകുന്നത്? മനുഷ്യനെ പിടിക്കുന്ന ഒരുവനാക്കി എനിക്ക് നിങ്ങളെ മാറ്റിയെടുക്കുവാൻ കഴിയും. എൻ്റെ കണ്ണുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ എന്ന് യേശു അവരോട് പറയുകയുണ്ടായി. പാവപ്പെട്ട സാധാരണക്കാരനായ ആ മുക്കുവൻ
വിദ്യാഭ്യാസമില്ലാത്തവനും പരുക്കനും സംസ്കാരമില്ലാത്തവനുമായ ആ മനുഷ്യൻ ഇന്ന് വരെ ഇത്തരത്തിലുള്ളതൊന്നും കേട്ടിട്ട് വരെ ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ അയാൾക്ക് ആത്മീയതയോട് പോലും താല്പര്യമുണ്ടായിരിക്കില്ല. മത്സ്യം പിടിച്ചു വിൽക്കുന്നതിലും തൻ്റെ നിത്യേനയുള്ള ജീവിതത്തിലും മാത്രം സംതൃപ്തി കാണുന്നവനായിരിക്കാം. അയാൾ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം തന്നെ തൻ്റെ വല ദൂരേക്ക് വലിച്ചെറിഞ്ഞ് യേശുവിനെ പിന്തുടർന്ന ആ മുക്കുവൻ പിന്നീട് ബോധോദയം നേടിയവനായി തീർന്നു. അങ്ങനെ എത്രയോ പേർ, കർഷകർ, ചുങ്കക്കാരൻ, മുക്കുവർ, എന്തിന് ഒരു വേശ്യയായിരുന്ന മഗ്ദലന മറിയം വരെ ബോധോദയം നേടിയവരായി തീർന്നു. യേശു സാധാരണ ലോഹത്തെ സ്വർണ്ണമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ആൽക്കെമിസ്റ്റാണ്. മറ്റു ലോഹങ്ങളെ സ്വർണ്ണമാക്കി മാറ്റുവാൻ കഴിവുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഇതിനെപ്പോലെയാണ് അദ്ദേഹം. യേശുവിൻ്റെ ഒരു സ്പർശനം പോലും മാന്ത്രിക ശക്തി ഉൾക്കൊള്ളുന്നതാണ്. എവിടെയെല്ലാം യേശു സ്പർശിക്കുന്നുവോ അവിടെയെല്ലാം ആത്മാവിൻ്റെ ഊർജം ആവിർഭവിച്ചിരിക്കും. ബുദ്ധൻ പലരെയും ബോധോദയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാവരും മുൻപ് തന്നെ ആ മാർഗത്തിൽ എത്തിക്കഴിഞ്ഞവരായിരുന്നു. ബുദ്ധൻ സംസ്കൃത ചിത്തരായ ആളുകളോടൊപ്പമാണ് ഇടപഴകിയിരുന്നത്. എന്നാൽ യേശു ഏറ്റവും അധകൃതരും മർദ്ദിതരും പാവപ്പെട്ടവരുമായ സാധാരണക്കാരായ ആളുകളോടാണ് ഇടപഴകിയിരുന്നത്. പുരോഹിതർ യേശുവിനെതിരെ കൊണ്ടുവന്നിരുന്ന കുറ്റങ്ങളിലൊന്ന് ഇതായിരുന്നു: അദ്ദേഹം ചൂതാട്ടക്കാരോടും മദ്യപാനികളോടൊപ്പവും വേശ്യകളോടൊപ്പവും ഇടപഴകുന്നു എന്നത്. ഇവരോടൊത്ത് സഹവസിച്ചതുകൊണ്ടും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതുകൊണ്ടും മാത്രം യേശുവിനെ ഇവർ അധപതിച്ചവനായി മുദ്ര കുത്തപ്പെട്ടു. എന്നാൽ കൂടെയുള്ളവരെ ഉയർന്നവരാക്കുവാൻ വേണ്ടി മാത്രമാണ് യേശു അവരോടൊപ്പം സഹവസിച്ചതെന്ന് ഇന്ന് നമുക്കെല്ലാം അറിയാം. അതിനൊരു കാരണമുണ്ട്. അവരും ബുദ്ധിപരമായ വികാസമുള്ളവരാണ്. പക്ഷേ ഇവരിൽ സ്നേഹിക്കുവാനുള്ള കഴിവ് കൂടുതലാണെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. ബുദ്ധൻ്റെ മാർഗമെന്നത് ഭീഷണതയുടേതാണ്. അത് ജ്ഞാനത്തിൻ്റെ മാർഗമാണ്. ബുദ്ധൻ ഒരു മുക്കുവൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ അരികിൽ വരൂ, ഞാൻ നിന്നെ പ്രബുദ്ധനാക്കാം എന്ന് പറയുവാൻ ഒരിക്കലും കഴിയില്ല. ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമാണ്. ബുദ്ധൻ്റെ വഴി എന്നത് പ്രജ്ഞയുടെയും വിവേകത്തിൻ്റെയും ബോധത്തിൻ്റെയുമാണ്. ഒരു മുക്കുവന് ബുദ്ധനെ പോലെ ഒരാളുടെ ഭാഷ പോലും മനസ്സിലാവുകയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അതെത്രയോ ഉയരെയാണ്. അതവൻ്റെ ധാരണയ്ക്കും അപ്പുറത്തായിരിക്കും. നേരെ മറിച്ച് യേശുവിൻ്റെ മാർഗമെന്നത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. പാവപ്പെട്ടവരായ ആളുകൾ ധനികരായ മനുഷ്യരെക്കാൾ സ്നേഹമുള്ളവരാണ്. അതുകൊണ്ടാവാം അവർ ദരിദ്രരായിരിക്കുന്നത്. കാരണം നിങ്ങളിൽ വളരെയധികം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ധനം സമ്പാദിക്കുവാൻ കഴിയില്ല. ധാരാളം ധനമുള്ളവർ എന്നോട് പിണങ്ങരുത് കേട്ടോ, ഇതിനും മാർഗമുണ്ട്. ഓഷോ ഒന്നുമില്ലാതെ ഒന്നും പറയാറില്ല. അദ്ദേഹം പറയുന്നു, ധനവും സ്നേഹവും ഒരുമിച്ച് പോകുകയില്ല എന്ന്. നിങ്ങളിൽ വളരെയധികം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളതിനെ പങ്കുവയ്ക്കും, അല്ലേ? ഉറപ്പായും പങ്കുവയ്ക്കും. പക്ഷേ ധനികനായ ഒരാൾക്ക് സ്നേഹിക്കുന്ന ഒരാളാകുവാൻ സാധിക്കില്ല. കാരണം അയാളുടെ സ്നേഹം അയാളുടെ ധനത്തിന് ഹാനികരമായി തീരും. കാരണം അയാൾ സ്നേഹിക്കുന്നുവെങ്കിൽ അപ്പോൾ അയാൾക്ക് പങ്കുവെക്കേണ്ടതായി വരും. അതുവഴി അയാൾ ദരിദ്രനായിത്തീരും. എൻ്റെ ആത്മീയ ഗുരുനാഥൻ ഓഷോ ഒരു കുടുംബത്തോടൊപ്പം കുറച്ചു കാലം താമസിക്കുകയുണ്ടായി. ആ കുടുംബനാഥൻ വലിയ ധനികനായിരുന്നു കേട്ടോ. ഓഷയോടൊത്ത് കഴിയാൻ അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ അയാൾ തൻ്റെ ഭാര്യയോടും കുട്ടികളോടും സംസാരിക്കുകയോ കൂടെ ഇരിക്കുക വരെ ഇല്ലായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഓഷോ ചോദിച്ചു, എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യാത്തത്? എന്താണ് ഇവിടെ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അവൾ എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെടാൻ തുടങ്ങും. ജ്വല്ലറിയിൽ അതിമനോഹരമായ മാലയുണ്ടെന്നും
അല്ലെങ്കിൽ തുണിക്കടയിൽ നല്ല സാരികളും മറ്റു വസ്ത്രങ്ങളും വന്നിട്ടുണ്ടെന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾ ആവശ്യപ്പെടാൻ തുടങ്ങും. ഉടനെ അവൾ എൻ്റെ പോക്കറ്റിലേക്ക് കൈയിടാൻ തുടങ്ങും. ഇനി ഞാൻ എൻ്റെ മക്കളോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ കൈകളും എൻ്റെ പോക്കറ്റിലേക്ക് തന്നെയാണ് നീളുന്നത്. അതുകൊണ്ട് ഗൗരവപൂർവ്വം മരവിച്ച മുഖത്തോടെ നിലകൊള്ളുന്നതാണ് നല്ലത്. അതെന്നെ ഇവരിൽ നിന്നും രക്ഷിക്കും. അപ്പോൾ ആരുമൊന്നും ആവശ്യപ്പെടുകയുമില്ല. അതിനാൽ നിശബ്ദത പാലിക്കുകയാണ് നല്ലതെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞുവെന്ന് അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് അയാളുടെ ആശയം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ലോകത്തിലെ ധനികരുടെ എല്ലാം ആശയം ഇതാണ്. പണത്തോട് വളരെയധികം ആസക്തനായ ഒരുവന് പണം ശരിക്കും ഒരു ഒഴിയാബാധയായി മാറും. കാരണം അവർക്ക് സ്നേഹിക്കുവാൻ കഴിയില്ല. പണം സ്നേഹത്തിന് പകരമുള്ള ഒന്നായി തീരും. അവിടെ ആളുകൾ പണം പൂഴ്ത്തിവെക്കാൻ തുടങ്ങും. കാരണം ഇവർ ചിന്തിക്കുന്നത് സന്തോഷമുള്ളവനാകുവാൻ ഇതിൽ പരം മറ്റൊരു മാർഗവും ഇവിടെയില്ല എന്നാണ്. അതിനായി കഴിയുന്നത്ര പണം കൂട്ടി വെക്കണം. എങ്കിൽ ചുരുങ്ങിയ പക്ഷം പണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാകുമെന്നാണ്. അപ്പോൾ നമുക്കെല്ലാം തന്നെ വില കൊടുത്ത് വാങ്ങുവാൻ കഴിയും. പണമുണ്ടെങ്കിൽ തനിക്ക് സ്നേഹം പോലും വാങ്ങാൻ കഴിയുമെന്നൊരു പക്ഷേ അയാൾ വിശ്വസിക്കുന്നുണ്ടാകാം. പക്ഷേ അത് നടക്കുമോ? ഒരിക്കലുമില്ല. സ്നേഹത്തെ പണം കൊടുത്ത് വാങ്ങാൻ കിട്ടില്ല. ലൈംഗിക സുഖത്തെ പോലും നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയും. പക്ഷേ സ്നേഹത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ? കഴിയില്ല. എന്നാൽ പലരും ചിന്തിക്കുന്നത് സ്നേഹമെന്നത് ലൈംഗിക സുഖമാണെന്നാണ്. ഒരാൾക്ക് ശരീരങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയും. എന്നാൽ അയാൾക്കൊരു മനുഷ്യനുമായി ഒരൊറ്റ ബന്ധമുണ്ടാക്കുവാൻ സാധിക്കുകയില്ല. മറ്റൊരാളുടെ ശരീരത്തോട് ചേരുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരത്തെ കൈവശപ്പെടുത്തുമ്പോഴോ എല്ലാം ആയിക്കഴിഞ്ഞു എന്നാണ് പലരും കരുതുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം ഒത്തിരി പേര്. മിക്ക ആളുകളും താൽക്കാലിക ലൈംഗിക ബന്ധങ്ങളിൽ മാത്രമാണ് താല്പര്യമുള്ളവരായിരിക്കുന്നത്. ഗാഢ സൗഹൃദമുണ്ടാക്കുന്നതിനോ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനോ ഗാഢമായൊരു സംവാദത്തിലേർപ്പെടുന്നതിനോ ആരും തന്നെ തയ്യാറാകുന്നില്ല. ഹൃദയംഗമായ സംവാദത്തെ ഇവർ ഭയപ്പെടും. കാരണം അപ്പോഴവിടെ പ്രതിബദ്ധതയുണ്ടാകും. ഈ പ്രതിബദ്ധത ഉത്തരവാദിത്തത്തെ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് വളരെയധികം സംവേദനക്ഷമതയുള്ളവരും ഇന്ദ്രിയ ബോധമുള്ളവരുമായി തീരേണ്ടി വരും. പണത്തിന് പിറകെ പോകുന്നവനായ ഒരുവൻ ചിന്തിക്കുന്നത് ഇതൊന്നും ആരും ശ്രദ്ധിക്കുകയില്ല, താൽക്കാലികമായ ലൈംഗിക ബന്ധമാണ് ഏറ്റവും നല്ലതെന്നാണ്. കാരണം താൽക്കാലിക ലൈംഗിക ബന്ധത്തെ വില കൊടുത്ത് വാങ്ങുവാൻ കഴിയും. അത് കമ്പോളത്തിൽ സുലഭവുമാണ്. ഏറ്റവും സുന്ദരിയായൊരു യുവതിയെ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയും. ഏറ്റവും സുന്ദരമായൊരു വീട് നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയും. അങ്ങനെ പലതും നമുക്കുണ്ടാക്കുവാൻ കഴിയും. ഇതെല്ലാം നമ്മളെ തൃപ്തിപ്പെടുത്തുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ ഇവ നിങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുകയില്ല. സ്നേഹത്തിന് മാത്രമേ നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയൂ. ഒരു പകരത്തിനും നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഒരു പകരക്കാരൻ എപ്പോഴും ഒരു പകരക്കാരൻ മാത്രമായിരിക്കും. അത് കൃത്രിമമല്ലേ? പാവപ്പെട്ടവർ കൂടുതൽ സ്നേഹമുണ്ട്. കാരണം അവരുടെ ശിരസ്, അതായത് അവരുടെ മസ്തിഷ്കം അത്രയും തന്നെ വളർച്ച പ്രാപിച്ചിട്ടില്ല. അതിനാൽ തന്നെ അവരുടെ മുഴുവൻ ഊർജ്ജവും അവരുടെ ഹൃദയത്തിന് ചുറ്റുമാണ് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് കേന്ദ്രങ്ങൾ ഇവയാണ്. ഒന്നില്ലെങ്കിൽ ഊർജം ഹൃദയത്തിലേക്ക് ഒഴുകും, അല്ലെങ്കിൽ അത് മസ്തിഷ്കത്തിലേക്ക് ഒഴുകും. സന്തുലിതാവസ്ഥയിലുള്ളവനായ ഒരുവനെ, അതായത് രണ്ട് കേന്ദ്രങ്ങളിലേക്കും ഒരുപോലെ ഊർജത്തെ കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരുവനെ, അല്ലെങ്കിൽ എവിടേക്കാണോ ഊർജം ആവശ്യമായിട്ടുള്ളത് അവിടേക്കതിനെ തിരിച്ചുവിടാൻ കഴിവുള്ള ഒരുവനെ കണ്ടെത്തുക എന്നത് വളരെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. അയാൾക്ക് തൻ്റെ ബുദ്ധിയെ ഇവിടെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഭീഷണാശക്തിയുടെ ആവശ്യം വരുമ്പോൾ തൻ്റെ ഊർജത്തെ അയാൾ മസ്തിഷ്കത്തിലേക്ക് തിരിച്ചുവിടും. സ്നേഹിക്കുവാനാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ അയാൾ തൻ്റെ ഊർജത്തെ, തൻ്റെ മുഴുവൻ ഊർജത്തെയും ഹൃദയത്തിലേക്ക് തിരിച്ചുവിടും. ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് വിളിക്കുവാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഒരാളെയാണ്. എന്നാൽ സാധാരണയായ ആളുകൾ ആരും തന്നെ അത്രയ്ക്കും പൂർണ്ണരല്ല.
ഒന്നുകിൽ അവർ ശിരസിൽ തൂങ്ങി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർ ഹൃദയത്തിലേക്ക് നീങ്ങുന്നവരാണ്. യേശുവിൻ്റെ മാർഗം സ്നേഹത്തിൻ്റേതാണ്. അതിനാൽ തന്നെ യേശു പാവപ്പെട്ടവരിൽ, അല്ലെങ്കിൽ ബുദ്ധിശക്തി അത്രയധികമൊന്നും വികസിച്ചിട്ടില്ലാത്ത സാധാരണക്കാരിൽ യേശുവിന് ആ അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞു. കാരണം അവരിലെ ഊർജം അത്രയ്ക്ക് അസംസ്കൃതവും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിരുന്നു. അവർ മിക്കവാറും കുട്ടികളെപ്പോലെയായിരുന്നു. 14 സംവത്സരം കൊണ്ട് ശരീരം പരിപക്വമായി തീരുന്നത് പോലെ 14 തലമുറകൾ കൊണ്ട് ആത്മാവും പക്വത നേടിയെടുക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിനാവശ്യമായ ഏറ്റവും ചുരുങ്ങിയ കാലയളവാണിത് കേട്ടോ. എന്നാൽ അത് നിങ്ങളെ ആശ്രയിച്ചുമാണ് ഇരിക്കുന്നത്. ചിലപ്പോഴത് 140 തലമുറകൾ കൊണ്ടും വളർച്ച പ്രാപിച്ചില്ല എന്ന് വരാം. വേണമെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും മത്സരാകുവാനും കഴിയും, അല്ലെങ്കിൽ നമുക്ക് അജ്ഞതയിൽ നിലനിൽക്കുവാനും കഴിയും. അപ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് ജന്മങ്ങളോളം തുടർന്ന് കൊണ്ടുപോകേണ്ടി വരും ഇവയെല്ലാം. അപ്പോഴും അത് വളർന്നുവെന്ന് വരില്ല. എന്നാൽ അതിൻ്റെ സ്വാഭാവികമായ കാലയളവ് 14 തലമുറകളാണ്. അത്രയും കാലം അതിനാവശ്യമാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രമാത്രം. ഈ ക്രിസ്തുബോധം എന്നത് ഒത്തിരി സഞ്ചരിക്കേണ്ട വിഷയമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുമെന്ന് എനിക്കറിയാം. ഇതിങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഞാനൊരു ഉപകരണം മാത്രം. എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കണം. എൻ്റെ അവതരണ രീതിയൊക്കെ ഒരു പക്ഷേ പോരായ്മകളുണ്ടാകാം. എങ്കിലും ഞാൻ വളരെ മനോഹരമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഭാവിയിലേക്ക് നല്ല നല്ല ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. നന്ദി, നമസ്കാരം.